Assalamualaikum. Hi friends, welcome back. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വീഡിയോന്റെ പേര് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, അത് തന്നെ, ഉണക്കമാന്തൽ താളിച്ചത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ നോമ്പ് കാലത്ത് അത്താഴത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഉണ്ടാക്കുന്നത് കാരണം വളരെ സിമ്പിളായി തോന്നുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ അത്താഴത്തിനൊക്കെ പറ്റുമെന്ന് പറഞ്ഞത് മസാലകളൊന്നും ചേർക്കാത്തൊരു കറിയാണ്. അതുകൊണ്ട് ചിലർക്ക് മസാലകളൊക്കെ ചേർത്ത കറിയൊക്കെ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് നോമ്പിന്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു കറിയാണ്. മസാലയൊന്നും ഇല്ലാത്ത നല്ലൊരു കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റുള്ള റെസിപ്പിയാണ് അതെങ്കിൽ മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഉണക്കമാന്തൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തൂക്കിയിട്ടൊന്നല്ല എടുത്തത്, കുറച്ചങ്ങ് വാരിയെടുത്തതാണ്. ഇപ്പോൾ എണ്ണി നോക്കുമ്പോൾ 17 എണ്ണം ഉണ്ട് ഇതിൽ. ഈ കറിക്ക് ഉണക്കമാന്തൽ ഇതിൽ നിറയെ കിടക്കണം. ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര എടുത്തത്. കറിയിൽ ഉണക്കമാന്തൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കണം, അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാന്തലാണ്, അതുകൊണ്ടാണ് ഇത്ര നല്ല മാന്തൽ കിട്ടിയതും. ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്, അതുകൊണ്ട് ഇതിപ്പോൾ ഇപ്പോഴും കുറച്ച് മോയ്സ്ചറായിട്ടായിരിക്കുന്നത്. പിന്നെ പുറത്തേക്ക് മണമൊന്നും ഉണ്ടാവില്ല. ഉണക്കമീനിന് ഭയങ്കര മണമാണല്ലോ. അത് ഫ്രീസറിൽ നല്ലൊരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ പുറത്തേക്ക് മണമൊന്നും വരില്ല. മാത്രമല്ല ഇങ്ങനെ ഇതുപോലെ മോയ്സ്ചറായിരിക്കും. പക്ഷെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ വാങ്ങുമ്പോഴൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ആയിരിക്കും മാന്തലുള്ളത്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ കറി വെക്കുന്നതിന് മുന്നേ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒഴിച്ചതാണ്. കാരണം ഇത് മോയ്സ്ചറായി തന്നെ ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മാന്തൽ ക്ലീൻ ചെയ്യാൻ അറിയോ? അത് ഞാൻ കാണിക്കാം. മാന്തൽ ഇങ്ങനെ എടുക്കുക, അതിന് ശേഷം ഇതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങനെ താഴേക്ക് വലിക്കുക. ഇങ്ങനെ വലിച്ചാൽ ഈ ഭാഗത്തായിരിക്കും ഇതിൻ്റെ കച്ചറ, കണ്ടോ, ഈ ഭാഗത്ത്. അപ്പോൾ അത് ഒഴിവാക്കി പിന്നെ രണ്ട് ഭാഗവും ഇതിന് തൊലി ഇങ്ങനെ വലിച്ചെടുക്കുക. ഈ തലയുടെ ഭാഗത്ത് ഇങ്ങനെ നുള്ളിയാൽ ഈ തൊലി ഇങ്ങനെ ഇളകി വരും. കുതിർന്നാൽ കൂടുതൽ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉണങ്ങിയ മീനാണെങ്കിൽ, നല്ല ഉണക്കമുള്ള മീനാണെങ്കിൽ ഒന്ന് കുതിർത്തണം എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ഇത് കീറി വരും. ഇത് പൊരിക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. ശരിക്കും പച്ച മാന്തലാണെങ്കിൽ പോലും ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെറിയ മാന്തൽ പച്ച കിട്ടുമല്ലോ, അതും ഇതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ഒരു തവണ കൂടി കാണിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ ചുണ്ടിൻ്റെ ഭാഗം പിടിച്ചിങ്ങനെ വലിച്ച് പിന്നെ ഈ തലയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നുള്ളിയെടുത്താൽ ഇത് ഇളകി വരും. എന്നിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചാൽ അത് ഉണ്ടോ ഈസി ആയി പോരും. ഇതിപ്പോൾ കുറച്ച് മോയ്സ്ചറായിരുന്നുകൊണ്ട് അത്ര ഈസി ആയി പോരും കേട്ടോ. നാട്ടിൽ പുറത്തൊക്കെ വെച്ച് നല്ലോണം ഉണങ്ങിയിട്ടായിരിക്കുന്നതെങ്കിൽ ഇത് നല്ലോണം കുതിർന്നതിന് ശേഷം ഇങ്ങനെ വലിക്കാൻ പറ്റും. കണ്ടോ, ഈ ഭാഗത്താണ് ഇതിൻ്റെ കച്ചറ വരുന്നത്. അതെല്ലാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണക്കമാന്തൽ ക്ലീൻ ചെയ്യാൻ. വളരെ ഈസിയാണ് അല്ലേ? ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി കാണിച്ചെന്ന് മാത്രം. അത് അറിയുന്നവർ ക്ഷമിച്ചേക്കുക. ഇപ്പോൾ പുതുതായി കല്യാണം കഴിഞ്ഞ ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ചെയ്യണമെന്നുള്ള കുട്ടികൾക്കൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ അറിയണ്ടാവില്ല. പച്ചമാന്തലാണെങ്കിലും ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാ മാന്തലും ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി വാഷ് ചെയ്യണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ഭാഗത്തൊക്കെ ഉള്ള അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആവണം. അങ്ങനെ നന്നായി വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് വരാം. മാന്തലെല്ലാം തൊലി കളഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി
ആദ്യം ഒന്ന് കുതിർത്തണം. പുളി ഒട്ടും കൂടി പോകരുത് കേട്ടോ. പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്ര തന്നെ എടുത്താൽ മതി, കൂടുതൽ എടുക്കരുത്. ഇപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്, അപ്പോൾ പുളി കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് പുളി ഇങ്ങനെ കുതിർത്തി വെച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതൊരു 4 കപ്പ് വെള്ളം കാണും. കഞ്ഞിവെള്ളം ഇങ്ങനെ വെച്ചിരുന്നാലേ അടിയിൽ ഊറിയിട്ടുണ്ടാവും. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത്. ഇനിയാണ് താരം. പിന്നെ 12 പച്ചമുളക് നെടുകെ പിളർന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് 3 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇത്രയും പച്ചമുളകിൽ ചേർത്തത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർത്തത്. പിന്നെ ഞാൻ എടുത്ത പച്ചമുളക് എരിവ് കുറവുള്ളതാണ്. ഇവിടെ ഇക്കാക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും എരിവ് കുറവുള്ള പച്ചമുളകാണ് വാങ്ങിക്കാറ്. ഈ പച്ചമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. നിങ്ങൾ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ 3-4 എണ്ണം കുറച്ചെടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം, നാട്ടിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ നല്ല മുളക് കിട്ടാറുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലതിന് നാടൻ പച്ചമുളക് എന്നാണ് പറയാറ്. എല്ലാവരും എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പൊള്ളമുളക് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്. ആ മുളക് ആണ് ഈ കറിക്ക് ഏറ്റവും സൂപ്പർ. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് കിട്ടാനില്ലല്ലോ. ഞാൻ ജൂൺ ജൂലൈയിലൊക്കെ നാട്ടിൽ പോവുകയാണെങ്കിൽ എൻ്റെ ബ്രദർ അത് വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പണ്ടൊക്കെ വീട്ടിൽ ഞങ്ങൾ ആ മുളക് കൃഷി ചെയ്തു. ആ മുളക് വെച്ച് ഞങ്ങൾ മുളക് പൊരിച്ചെടുക്കാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. എൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഈ കറി തന്നെ വേറൊരു വിധത്തിലും വെക്കാറുണ്ട്. പച്ചപ്പുളിങ്ങ ചേർത്തിട്ടും ഈ കറി വെക്കാറുണ്ട്. അതിപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ചപ്പുളിങ്ങ അല്ല അത് കാണിക്കാൻ. അത് കുറച്ച് വ്യത്യസ്തമാണ്. ഇൻഷാ അല്ലാ പച്ചപ്പുളിങ്ങ കിട്ടുകയാണെങ്കിൽ ഞാനതപ്പോൾ കാണിക്കാം. ഈ കറി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അത് വളരെ സിമ്പിളാണല്ലോ, അത് അത്ര സ്വാദുണ്ടാവില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് നല്ല സ്വാദുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കറി നല്ലോണം തിളക്കണം, നല്ല വെട്ടി തിളക്കണം. കുറച്ച് നേരം തന്നെ തിളച്ച് ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ വറ്റി മുളകൊക്കെ നന്നായി വെന്ത് വരണം. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ്. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു 10-12 മിനിറ്റ് ഇതുപോലെ തിളക്കട്ടെ. ഈ ഉണക്കമീൻ കറിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ വല്യമ്മാനെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ വല്യമ്മ ഉണക്കമീൻ കൊണ്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കുമായിരുന്നു. വല്യമ്മ ഉണ്ടാക്കുന്ന പലതരം ചമ്മന്തികൾ വല്യമ്മ ചെയ്യും. ഈ ഉണക്കമീനിൻ്റെ ചമ്മന്തി ചെയ്യുന്നതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉണക്കമീൻ കണ്ടപ്പോൾ ഞാനത് ഓർത്തുപോയി. ഈ തക്കാളിയൊക്കെ നന്നായി വെന്തുടയണം, അതുവരെ തിളക്കണം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തുറന്നിരുന്നതിനെ നന്നായി തിളച്ച് വേവട്ടെ. ഇപ്പോൾ കറി നന്നായി തിളച്ച് വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മാന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉണക്കമീനാണല്ലോ, അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിടുക. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി മീനൊന്ന് നന്നായി വേവട്ടെ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല.
ഇപ്പോൾ മാന്തൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നുള്ളിയിട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ ഇതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.